പ്ലീറ്റഡ് സ്കേർട്ടാണ്. ഈ ഒരു സ്കേർട്ട് കാണാൻ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതുപോലൊരു സ്കേർട്ടും ക്രോപ്പ് ടോപ്പൊക്കെ ആയ ഒന്നുകൂടെ കളറാവത്തില്ലേ? ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കാൻ സിമ്പിളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്തും എത്രയാണോ നമുക്ക് അരവണ്ണം വേണ്ടത് അത് 2 മെഷർമെൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ടോട്ടൽ എത്ര ക്ലോത്ത് വേണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് എത്രയാണോ ലെങ്ത് അതിൻ്റെ 4 ഇരട്ടി ക്ലോത്താണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ലെങ്തിൻ്റെ 4 ഇരട്ടി അളന്ന് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുവാണേ. ഇനി 4 ഇരട്ടി എടുക്കണമെന്നില്ല, 3 ഇരട്ടി ആയാലും മതി. പ്ലേറ്റ്സ് നല്ലപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ 4 ഇരട്ടി എടുത്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത് കട്ട് ചെയ്ത് മാറ്റണം. ഈ ഒരു സ്കേർട്ടിന് 33 ഇഞ്ച് ലെങ്താണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അരവണ്ണം എനിക്ക് ഈ ഒരു സ്കേർട്ടിന് കൊടുക്കാനുള്ളത് 28 ഇഞ്ച്. അപ്പോൾ 4 ഇരട്ടി ഞാൻ എടുക്കുന്നുണ്ട്. 28 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 112 ഇഞ്ച്. ഇനി 112 ഇഞ്ച് തന്നെ നമുക്ക് എടുക്കേണ്ട, ഒരു 5-10 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ വേരിയേഷൻ വരാതിരിക്കാനാണ്. ലെങ്ത് 33 ഇഞ്ച് എന്ന് പറയുമ്പോൾ ബെൽറ്റ് ഉൾപ്പെടെയാണ് 33 ഇഞ്ച്. ബെൽറ്റ് 1.5 ഇഞ്ച് കുറയുമ്പോൾ, ബെൽറ്റ് സെപ്പറേറ്റ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്, 1.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 31.5 ഇഞ്ച്. എന്നാലും നമുക്ക് ബെൽറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ, 1/2 ഇഞ്ച്. അങ്ങനെ 32 ഇഞ്ചാണ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ബെൽറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അരവണ്ണത്തിൻ്റെ തയ്യൽ തുമ്പാണ്. ഇനി നമുക്കത് ഈ ഒരു ക്ലോത്ത് ബെൽറ്റിന് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം. അതുപോലെ സ്ലീവിനും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ അരവണ്ണം വേണ്ടത് 28 ഇഞ്ചാണ്. അപ്പോൾ 28 ഇഞ്ചിൽ എത്ര പ്ലീറ്റ് ഇടാൻ നോക്കാം. സീം അലോൺസ് മാറ്റിയാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 2 ഇഞ്ച് ഗ്യാപ്പിൽ 14 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 28 ഇഞ്ചിൽ 2 ഇഞ്ച് ഗ്യാപ്പ് വരുമ്പോൾ 14 പ്ലീറ്റ്സ് കിട്ടും. ഇനി പ്ലീറ്റ്സിൻ്റെ വീതി 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ 6 ഇഞ്ച് വരും. അപ്പോൾ 14 ഇൻറ്റു 6, 14 പ്ലീറ്റ്സിൻ്റെ ഗ്യാപ്പും 6 എന്ന് പറയുമ്പോൾ പ്ലീറ്റ്സിൻ്റെ വീതിയും. 14 ഇൻറ്റു 6 ചെയ്യണം, 84 ഇഞ്ച് കിട്ടും. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് ഇവിടെ ടോട്ടൽ 28. ഈ 84ൻ്റെ കൂടെ 28 പ്ലസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 112 ഇഞ്ച് കിട്ടും. അപ്പോൾ 112 ഇഞ്ച് ക്ലോത്ത് വേണം. അത് പോയിട്ട് സീം അലവൻസ് വേണം. ഇനി നമുക്ക് പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ വേരിയേഷൻ വന്നാലോ, അതുകൊണ്ട് ഒരു 5 ഇഞ്ചെങ്കിലും കൂടുതൽ വിട്ടിട്ട് പ്ലീറ്റ്സ് പിടിക്കണം കേട്ടോ. ഇനി പ്ലീറ്റിൻ്റെ ഗ്യാപ്പ് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് പ്ലീറ്റിൻ്റെ വീതി 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ക്ലിയർ ആയിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടുത്തെ എൻഡ് പോർഷനിൽ 1 ഇഞ്ച് സീം അലവൻസ് ആണ്. ഇനി വേണ്ടത് പ്ലീറ്റിൻ്റെ ഗ്യാപ്പ് 2 ഇഞ്ച്. ഇനി ഇത് കഴിഞ്ഞ് വേണ്ടത് 3 ഇഞ്ച്. കണ്ടോ, പ്ലീറ്റിൻ്റെ വീതി 3 ഇഞ്ച്. ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഈ ഗ്യാപ്പ് 2 ഇഞ്ച് വിട്ടല്ലോ, അവിടെ നിന്ന് 3 ഇഞ്ചിലോട്ട് ഫോൾഡ് ചെയ്യും. പക്ഷെ നമുക്ക് ഫസ്റ്റ് പ്ലീറ്റ് 3 ഇഞ്ച് കൊടുക്കണ്ട. കാരണം ഇവിടെ സീം അലവൻസ് 1 ഇഞ്ചല്ലേ കൊടുക്കുന്നത്. 1/2 ഇഞ്ച് കൊടുത്താലും സാരമില്ല. പ്ലീറ്റ്സ് ഫസ്റ്റ് പ്ലീറ്റ്സ് ഒന്ന് 3 ഇഞ്ചിനെക്കാളും കുറച്ച് പിടിച്ചാൽ മതി, എങ്കിലേക്ക് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, പ്ലീറ്റിൻ്റെ ഗ്യാപ്പ് നമ്മളിവിടെ 2 ഇഞ്ചല്ലേ കൊടുത്തത്. അപ്പോൾ അകത്തുനിന്ന് 3 ഇഞ്ച് പ്ലീറ്റ്സ് വരുമ്പോൾ ഈ സീം അലവൻസിലോട്ട് തള്ളി നിൽക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് പ്ലീറ്റ് ചെറുതാക്കിയിട്ട് ബാക്കി 3 ഇഞ്ച് വീതിയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇനി ഓരോ പ്ലീറ്റും നീറ്റായിട്ട് ഇതുപോലെ പിടിച്ചൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ലെങ്ത് ഫുള്ള് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിന്ന് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത പ്ലീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി 3 ഇഞ്ച് പ്ലീറ്റിൻ്റെ വീതി കൂടെ മാർക്ക് ചെയ്ത് ഈ ഗ്യാപ്പിൻ്റെ മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് 3 ഇഞ്ച് ഉള്ളിലോട്ടാക്കി, അങ്ങനെയാണ് ടോട്ടൽ വരുമ്പോൾ 6 ഇഞ്ച്. കണ്ടോ, അതാ ഇങ്ങനെയാണ് പിടിക്കുന്നത്. ആ 3 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലോട്ട് സെൻറ്ററായിട്ട് ഇങ്ങനെ മടങ്ങിപ്പോവും. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ പ്ലീറ്റ് പിടിക്കുന്നുണ്ട്. അപ്പോൾ 6 ഇഞ്ച് ടോട്ടലാവും ഒരു പ്ലീറ്റിന്. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ച് ഈ പ്ലീറ്റും പിൻ ചെയ്ത് കൊടുക്കണം. ഓരോ പ്ലീറ്റ് ഇതുപോലെ പിടിച്ച് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കണം. ലാസ്റ്റ് അയൺ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയാണ് ഇതാ 2 ഇഞ്ച് ഗ്യാപ്പ് വരുന്നത്. കണ്ടോ ഇങ്ങനെ. ഇനി അടുത്ത പ്ലീറ്റ് പിടിക്കണം. അടുത്ത പ്ലീറ്റിനും 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി പ്ലീറ്റ് പിടിക്കുമ്പോൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ഈ ഒരു ഗ്യാപ്പിൽ ദാ ഇങ്ങനെ പിടിച്ച് ഈ 3 ഇഞ്ച് ഉള്ളിലാക്കണം. ദാ ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പ്ലേറ്റ്സ് സെക്യൂർ ആക്കി വയ്ക്കണം. ഈ പ്ലേറ്റും ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് പിൻ ചെയ്ത് ഇനി അടുത്ത പ്ലേറ്റ് പിടിക്കണം. അടുത്ത പ്ലേറ്റിനും ഇതുപോലെ തന്നെ 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കണം. അത് കഴിഞ്ഞ് 3 ഇഞ്ച് പ്ലേറ്റിൻ്റെ വീതി കൊടുക്കണം.
ആ ഗ്യാപ്പ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കറക്റ്റായിട്ട് ആ 3 ഇഞ്ച് ഉള്ളിലാക്കി അടുത്ത പ്ലീറ്റും പിടിക്കണം. ഇതുപോലെ തന്നെ ഫുള്ള് പ്ലീറ്റ് പിടിക്കണം. ഇനി 14 പ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ, 14 പ്ലീറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കണം കേട്ടോ. പ്ലീറ്റ് ഞാനിവിടെ കൊടുക്കുന്ന 28 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട്. അത് ഇഞ്ച് ടേപ്പ് വെച്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് 1 ഇഞ്ച് സീം അലൗൺസ് വിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇനി കട്ട് ചെയ്തെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ പ്ലീറ്റ്സ് എല്ലാം ആയിട്ട് ഈ മെയിൻ ക്ലോത്ത് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഇത് ഈസി ആയിരിക്കും നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ഓരോന്നായിട്ട് റിമൂവ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് റിമൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. കണ്ടോ, ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇതിന് ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി ലൈനിങ് കൂടെ കൊടുക്കുന്നുണ്ട്. ലൈനിങ് ഇത്രയും വീതി കൊടുക്കുന്നില്ല. കറക്റ്റായിട്ട് നമ്മൾ എപ്പോഴും ലൈനിങ് ഇടുമ്പോൾ ഞാനിവിടെ ഒരു 3 ഇരട്ടി എടുക്കുന്നേ ഉള്ളൂ. കാരണം ലൈനിങ് ഇതിൽ കുറവാണ്. ഇനി ലെങ്ത് എന്ന് പറയുമ്പോൾ മെയിൻ ക്ലോത്തിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ അത്ര ലെങ്ത് വരത്തില്ലല്ലോ ലൈനിങ്. ജസ്റ്റ് ഒന്ന് മേളിൽ നിൽക്കണം. അപ്പോൾ 2 ഇഞ്ച് കുറച്ചാണ് ഞാനിവിടെ ലെങ്ത് കട്ട് ചെയ്തെടുത്ത് ഞാൻ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണേ. 1.5 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് കൊടുക്കുന്നേ ഉള്ളൂ. ഇതെന്താ ഇതുപോലെ എല്ലാം പിൻ ചെയ്ത് വെച്ച് ഞാൻ മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് ഞാനൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെല്ലാം റിമൂവ് ചെയ്ത് അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി സൈഡൊന്ന് ചേർത്തടിക്കണം. കണ്ടോ, രണ്ടുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോഡി ഒന്ന് അടിച്ചെടുക്കണം. സൈഡ് ഓപ്പൺ വേണം. ഓപ്പൺ ഞാനൊരു 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് കറക്റ്റായിട്ട് സൈഡ് അടിച്ചെടുക്കണം. ഇതിനെ ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. സൈഡ് അടിക്കുമ്പോൾ കണ്ടോ എങ്ങനെയാണ് സൈഡ് അടിക്കുന്നത്. ഈ 4 ക്ലോത്ത് ഒന്നിച്ച് ഒരു 3 ഇഞ്ച് താഴ്ത്തി ഫുള്ളൊന്ന് ഞാൻ അടിച്ചെടുക്കുവാണേ. ഇതാ ഇങ്ങനെ കണ്ടോ, 3 ഇഞ്ച് താഴ്ത്തി ഒന്ന് 4 ക്ലോത്ത് ഒന്നിച്ച് ഞാനിവിടെ സൈഡൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് പോയിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതാ ഇങ്ങനെ അറേഞ്ച് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് 2 സൈഡിലും അതും കൂടെ ഇവിടെ ഒരു ഓപ്പൺ കൊടുത്തെടുക്കുവാണ്. ആദ്യം എന്താ കറക്റ്റായിട്ട് ലെവലായിട്ടൊന്ന് സൈഡ് നിവർത്തിയിട്ട ശേഷം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓപ്പൺ കൊടുക്കാനുള്ള 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനുശേഷം അതിൻ്റെ താഴോട്ട് അടിച്ചാൽ മതി. നമ്മൾ എത്രയാണ് സീം അലൗൺസ് വിട്ടയ്ക്കുന്ന ആ ഭാഗത്തിന് അടിച്ചാൽ മതി. ഞാനിവിടെ 1 ഇഞ്ച് വിട്ടയ്ക്കുന്നുണ്ട്. 1 ഇഞ്ച് ഇങ്ങനെ ചരിച്ച് താഴോട്ടങ്ങ് അടിച്ച് വിടുന്നതേ ഉള്ളൂ. 1/2 ഇഞ്ച് വേണമെങ്കിൽ 1/2 ഇഞ്ച് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് മടക്കി കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. കണ്ടത് ഇതുപോലെ നമുക്ക് ഓപ്പൺ കിട്ടും. ദാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചാണ് ബെൽറ്റിൻ്റെ ലെങ്ത് വരാനുള്ളത്. മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 3 ഇഞ്ച്. പിന്നെ ആ 3 ഇഞ്ചിന് സീം അലൗൺസ് വേണമല്ലോ 2 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് 4 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. അത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സൈഡൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് സ്കേർട്ടുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അകവശത്ത് ഇങ്ങനെ വെച്ച് 1/2 ഇഞ്ച് സീം അലൗൺസ് ബോഡി പാർട്ടിനും നമ്മൾ 1/2 ഇഞ്ചല്ലേ വിട്ടത്, അതുപോലെ തന്നെ ബെൽറ്റിനും 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ആ 1/2 ഇഞ്ച് കണക്കിനൊന്ന് ഫുൾ റൗണ്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി ഇതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫസ്റ്റ് ചെയ്യാനുള്ളത് 1/2 ഇഞ്ച് വെച്ച് ഇങ്ങനെ ഫുള്ള് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് അടിച്ചെടുത്ത് എൻഡ് വരുമല്ലോ, അടുത്ത സൈഡ് വരുമ്പോൾ അവിടെയും ആവശ്യത്തിന് മാത്രം ക്ലോത്ത് വെച്ച് കട്ട് ചെയ്ത് മാറ്റി ഒരു 1/2 ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കി ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യണം. ഇങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ അടിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. ഞാനിവിടെ കണ്ടോ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇനി ഒന്നുകൂടെ മടക്കി കൊടുക്കണം. 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടെ മടക്കി കൊടുക്കണം. ഈ സീം അലൗൺസ് ഇങ്ങനെ ഒന്ന് മടക്കി ഫിനിഷ് ചെയ്ത് ഒന്നുകൂടെ ഇങ്ങനെ മടക്കി ഈ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തല്ലോ അതിൻ്റെ പുറത്തൂടെ ഫുൾ റൗണ്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് സ്കേർട്ട് കിട്ടും. ഇനി ഇതിൽ ഡോറി കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണേ. മോളിട്ട് കണ്ടപ്പോൾ നല്ല രസമല്ലേ അത് കാണാനായിട്ട്. ഞാനൊന്ന് ഇടിയിച്ചുകൂടെ നോക്കിയതാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മറക്കരുത്.
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഓരോ പ്ലേറ്റ്സും സെറ്റ് ചെയ്ത് വെച്ച് നല്ലപോലെ അയൺ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് കുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.